രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തില് ഉച്ചമുള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പെശുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ആമാശയ രോഗങ്ങള്, കുടൽ രോഗങ്ങള്, കുടല തടിപ്പുകള്, കുടലിടിയുന്ന ആമാശയം ഇടിയുന്ന അവസ്ഥകള് കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസ്ഥിക്കുഴകള്, അസ്ഥിസന്ധികള്, അസ്ഥി ദ്രവിക്കുന്ന അവസ്ഥകള് കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ശരീരം വരഞ്ഞു വരഞ്ഞു വരുന്ന അവസ്ഥകള്, ത്വക്കുകൾ വരഞ്ഞു വരഞ്ഞു വരുന്ന അവസ്ഥകള്, സോറിയാസിസ് രോഗങ്ങള്, ശരീരത്തിലുണ്ടാകുന്ന മുഴകള്, സിസ്റ്റുകള്, ചിരങ്ങുകള്, തൊലിയുടെ നിറവ്യത്യാസങ്ങള് കർത്താവിന്റെ വിശുദ്ധമായ രക്തത്തെ കഴുകപ്പെടട്ടെ. തൊണ്ടയുടെ മുഴകള് ഈശോയുടെ നാമത്തെ അപ്രത്യക്ഷമാകട്ടെ. സ്പോണ്ടിലോസിസ് രോഗികള് കർത്താവിന്റെ തിരുമുറിവാടുന്ന വലതുകരം പിൻകഴുത്തിൽ വെക്കട്ടെ. കർത്താവിന്റെ തിരുമുറിവാടുന്ന വലതുകരം പിൻകഴുത്തിൽ വെക്കട്ടെ. സ്പൈനക്കോഡിന്റെ രോഗങ്ങള് കർത്താവിന്റെ ഉന്നതമായ നാമസൗഖ്യം പ്രാപിക്കട്ടെ. ശരീരമാസകല നീരും നീരിന്റെ മൂലകാരണങ്ങള് യേശുവിന്റെ നാമസൗഖ്യപ്പെടട്ടെ. കിഡ്നി രോഗികള്, കരരോഗികള്, ഹൃദയരോഗികള്, പങ്ക്രിയാസ് രോഗികള്, ശ്വാസകോശ രോഗികള് കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, നമ്മൾ ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യങ്ങൾ ജോലി അന്വേഷിക്കുന്നവര് ആർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവ് വിഷയത്തിൽ ഇടപെടും. ജോലി നഷ്ടപ്പെട്ടവരെ, നഷ്ടപ്പെട്ട ജോലിയിൽ തന്നെ പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം അവർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. വീട് ഇല്ലാത്തവര്, വീട് സ്ഥലവുമില്ലാത്തവര്, ഭവന നിർമ്മാണത്തിന് അടിത്തറ മാത്രം കെട്ടിയിട്ടിരിക്കുന്നവര്, മുകളിലോട്ട് പണിയാൻ വേണ്ടി തടസ്സങ്ങളുള്ളവര്, സാമ്പത്തിക തടസ്സം, നിയമപരമായ തടസ്സം, പലതര തടസ്സം അനുഭവിക്കുന്നവര്, വിവാഹ തടസ്സമുള്ളവര്, മക്കളില്ലാത്തവര്, ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി ഓരോരോ രേഖകൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നവര്, പല എതിർപ്പുകളും തടസ്സങ്ങളും ഓഫീസ് ലെവലിൽ നിന്നും ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും അനുഭവിക്കുന്നവര്,
പിരിഞ്ഞുപോയ മാതാപിതാക്കന്മാർ, ഭാര്യാഭർത്താക്കന്മാർ, അവർ വീണ്ടും ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ, കേസിലകപ്പെട്ടിരിക്കുന്നവർ, അത് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഭാഗോടമ്പടികൾ, കോടതി കേസുകൾ, സ്ഥലസംബന്ധമായ കേസുകൾ, അതിലെല്ലാം വല്ലാത്ത വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നവർ, ജീവിതം ഇങ്ങനെ നിന്ന് നിലച്ചു പോയവർ, ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ജീവിതം നിലച്ചു പോയവർ, മനസ്സുകൊണ്ട് നിലച്ചു പോയവർ, എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ഗതി പിടിക്കുമെന്ന് അറിയാൻ പാടില്ല, ഒരു ഐഡിയ പോലും, ആശയം പോലും കിട്ടാതിരിക്കുന്നവര്, ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവര്, അതിനുവേണ്ടി ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്നവര്, സമ്പത്ത് അന്യായമായിട്ട് അന്യൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ട് തിരിച്ചു കിട്ടാത്തവര്, ചില വസ്തുക്കൾ നിലമായി കിടക്കുന്നത് പുരയിടമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്നവര്, പല വ്യക്തികൾ എല്ലാം വട്ടം ചവിട്ടി ഒന്നും നടക്കാത്ത രീതിയിലാക്കിയിരിക്കുന്നവർ, കുടുംബത്തിൽ പരസ്പര സ്നേഹമില്ലാതെ പരസ്പരം പഴിചാരിക്കൊണ്ട് ഒന്നും ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ ദുർവിധിയാണെന്ന രീതിയിൽ മനസ്സിടിഞ്ഞു പോയവർ, ഇവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി അതിശക്തമായ രീതിയിൽ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ഇവരെ പരമേൽപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിത ദുരിതങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ 39 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസമർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ അൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ യേശുവിന്റെ ഉന്നതമായ നാമത്തിലെ നിന്റെ മുഴുവൻ തടസ്സങ്ങളെ, സ്കൂളിന് അഡ്മിഷൻ കിട്ടാനുള്ള തടസ്സങ്ങൾ, പരീക്ഷയ്ക്ക് ഉന്നതമായ വിജയം കൈവരിക്കാനുള്ള തടസ്സങ്ങൾ, അതുപോലെ തന്നെ റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവർ, അഡ്മിഷന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർ, അതുപോലെ സ്കൂളിൻ്റെ തന്നെ പെർമിഷൻ കിട്ടാൻ വേണ്ടി പ്രയാസമുള്ളവർ, ക്ലാസ് റൂമിൻ്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടി പ്രയാസമുള്ളവർ, പല തരത്തിലുള്ള ഹൗസിന് നമ്പർ കിട്ടാത്തവർ, ഇങ്ങനെ എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിലെ മാർഗ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് ആരാധനയിലൂടെ വീണ്ടും ആരാധന, മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഓൺലൈനിലുള്ളവരും ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ഹെബ്രായർ 4:16 തിരുവചനമനുസരിച്ച് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനു വേണ്ടി പ്രത്യാശയുടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ പ്രത്യാശയോടുകൂടി നമുക്ക് സമീപിക്കാം. ദൈവമാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം ഈ സമയം നമുക്ക് യാചിക്കാം. തക്ക
തക്ക സമയത്ത് ദൈവമാതാവ് പുത്രനോട് പറഞ്ഞ് നമ്മുടെ വിഷയങ്ങളിൽ സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായി ഈ അൾത്താരയിൽ നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ശംശിയായിക്കും പരിശുദ്ധ മാതാവിനും പ്രത്യേകം നന്ദി പറയുന്നു. ഇവിടെ വരുവാനും ഈ സാക്ഷ്യം ഞങ്ങളെ സമർപ്പിക്കുവാനും ദൈവം തന്ന കൃപയ്ക്കായിട്ട് പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പേര് ജോ ആൻ്റണി, ഇതെൻ്റെ വൈഫ് ജോളി ആൻ്റണി, ഇത് മകള് ജസ ആൻ്റണി. ഞങ്ങൾ ഷിക്കാഗോയിൽ നിന്നാണ് വരുന്നത്. ഷിക്കാഗോ കത്തീഡ്രൽ പാരിഷാണ് മെമ്പേഴ്സാണ് ഞങ്ങൾ. എൻ്റെ വൈഫ് 2019 ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു. അതിനുശേഷം ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, ആത്മീയമായും ഭൗതികമായും ഒത്തിരിയേറെ കൃപകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ആദ്യം എൻ്റെ വൈഫ് 2019 ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതത്തിലുണ്ടായ അനുഗ്രഹങ്ങളെക്കുറിച്ച് എൻ്റെ വൈഫ് സാക്ഷ്യപ്പെടുത്തുക. 2019 കൃപാസനം ശുശ്രൂഷകളെ പറ്റി എനിക്ക് അറിയാനായിട്ട് ഇടവന്നത്. യൂട്യൂബിലാണ് ഞാൻ അറിയപ്പെട്ടത്. അപ്പം അച്ഛൻ്റെ ശുശ്രൂഷകളെല്ലാം, ആരാധനയും എല്ലാം ഞാൻ കൂടുമായിരുന്നു. ഇവിടുത്തെ ഉള്ള ടെസ്റ്റിമണികളെല്ലാം കേൾക്കുമായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം എനിക്ക് വളരെ സ്പിരിച്വലി എൻറിച്ച്ഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ടെസ്റ്റിമണികൾ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ എപ്പോഴും വരുമായിരുന്നു. അതപ്പം ഞാനപ്പോൾ ചിന്തിക്കും, ഇതൊരു പ്രോസ്പെറിറ്റി ഗോസ്പൽ പോലെ എനിക്കങ്ങ് തോന്നി. അപ്പം ഞാനിത് കൃപാസന സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യണോ, ഉടമ്പടി എടുക്കണോ, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നൊരു സമയത്ത് ഞങ്ങളുടെ അവിടെ ഒരു ധ്യാനം വന്നപ്പം, കൗൺസിലിങ്ങിന് വന്നപ്പം സിസ്റ്റർ എന്നോട് ചോദിച്ചു, മോളെ നിനക്ക് മാതാവുമായിട്ടുള്ള ഒരു വിശ്വാസത്തിൽ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൃപാസനത്തിൻ്റെ ആ ഒരു
ഒരു സ്പിരിച്വാലിറ്റിയെ പറ്റി എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, മോളെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക, മാതാവ് നിനക്ക് ബോധ്യം തരുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ എന്നും ഈ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഈ മോള് ജനിച്ച അന്ന് മുതൽ മോൾക്ക് എക്സിമ എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടായിരുന്നു. ഫേസ് അല്ലാതെ എല്ലാ ഭാഗത്തും അവൾക്ക് സ്കിൻ ബ്രേക്ക് ഡൗൺ ആയി പഴുപ്പ് പോലെ വരുമായിരുന്നു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റുകൾ പലത് ചെയ്തു, ആയുർവേദം, ഹോമിയോപ്പതി പലത് ചെയ്തു, അവിടെയും ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു. ആ സമയത്താണ് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഇനി ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല, നോ മോർ ട്രീറ്റ്മെൻറ്റ് ഫോർ ഹെർ. അപ്പം അന്നേരമാണ് എനിക്ക് ഉടമ്പടിയെപ്പറ്റി ഒരു ബോധ്യം വന്നു. അപ്പം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി മോളുടെ പേരിലെടുത്തു. പക്ഷേ എടുത്തെങ്കിലും ഞാൻ കാര്യമായ ഒരു കുറവ് അവളിൽ കാണാൻ പറ്റിയില്ല എനിക്ക്. പക്ഷേ എന്നാലും ഞാൻ എന്നും അച്ഛൻ്റെ ശുശ്രൂഷകൾ കൂടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആത്മീയമായ ഒത്തിരി മാറ്റങ്ങൾ അന്ന് മുതൽ എനിക്ക് കാണാൻ പറ്റി. നിത്യാരാധനയ്ക്ക് പോകുന്നതൊക്കെ മുടങ്ങാതെ പോവുകയും കുർബാനയിൽ ആഴമായി പങ്കെടുക്കുകയും കൊന്തകൾ റോസറിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലാൻ പറ്റിയൊക്കെയുള്ള കൃപകൾ, വചനത്തെ സ്നേഹിക്കുവാനും ഒക്കെ വചനം വായിക്കുവാനും ഒക്കെയുള്ള കൃപകളൊക്കെ ആത്മീയമായ ആ മാറ്റങ്ങൾ വന്നപ്പം എനിക്ക് കൂടുതലൊരു വിശ്വാസവും ഭക്തിയെല്ലാം വന്നു. അപ്പം ആ സമയത്ത് ഞങ്ങൾ പഴയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നിടത്തു നിന്ന് ഒരു 15 മിനിറ്റോളം ഡ്രൈവ് ചെയ്യണമായിരുന്നു ഒരു നിത്യാരാധന ചാപ്പലിൽ ഡെയിലി അഡറേഷന് വരാനായിട്ട്. അപ്പം ഞാനെന്നും വരുമ്പോൾ ഈശോയോടും മാനോടും പറയും, ഇതിനടുത്തൊരു വീട് ഈശോയെ നമുക്ക് പറ്റത്തില്ല, പക്ഷേ അതൊരു എക്സ്പെൻസീവ് ഏരിയ ആണ്, നമുക്ക് പറ്റില്ല അവിടെ ഒരു വീട് എടുക്കാൻ. പക്ഷേ ഞാനിപ്പോൾ പറയുമായിരുന്നു, ഈശോയെ നിനക്ക് പറ്റുമല്ലോ. ഞങ്ങളത് യാദൃശ്ചികമായിട്ട് ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പം ഞങ്ങൾ വെറുതെ ഒരു വീട് കണ്ടു. വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ആ വീട് വാങ്ങിക്കാനും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 3 മിനിറ്റേ ഉള്ളൂ ആരാധന ചാപ്പലിലേക്ക് പോകാനായിട്ട്. വളരെ അത്ഭുതകരമായിട്ട് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീട് കാണുന്നതിന് മുമ്പ്. വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ആ വീട് സ്വന്തമാക്കുവാൻ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങളുടെ ഞങ്ങൾക്ക് 5 മക്കളാണുള്ളത്. 5 മക്കളും വീട്ടിലിരുന്നാണ് പഠിച്ചത്. സ്കൂളിൽ ആദ്യകാലങ്ങളിലൊന്നും പോയിട്ടില്ലായിരുന്നു. പിന്നെ ഓരോരുത്തരും ഹോം സ്കൂൾഡായിരുന്നു എല്ലാവരും. അപ്പം ആദ്യം ഓരോരുത്തരും സ്കൂളിൽ പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ നേഴ്സാണെങ്കിലും കാര്യമായിട്ട് ജോലി ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാനൊരു പാർട്ട് ടൈമായിട്ടൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു പുതിയ വീടിനടുത്ത്. അപ്പം എൻ്റെ ഒരു മാതാവിനോട് ഞാനൊരു 3 കാര്യമേ ചോദിച്ചുള്ളൂ. മാതാവേ, സൺഡേ അമേരിക്കയിലൊക്കെ ഒരു സൺഡേ ഇല്ലാത്തൊരു ജോലി നേഴ്സുമാർക്ക് കിട്ടുക എന്നുള്ളത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പം ഞാൻ വെച്ചു സൺഡേ ജോലി ഇല്ലാത്ത ഒരു ജോലി, പിന്നെ ഡെയിലി മാസം മുടങ്ങരുത്. 12 മണിക്കൂർ ജോലിയാണെങ്കിൽ നമുക്ക് കുർബാന മുടങ്ങും. അപ്പം 8 മണിക്കൂറുള്ള ജോലിയാണെങ്കിൽ നമുക്ക് കുർബാന മുടങ്ങാതെ ഒരു ജോലി, 2 ദിവസം മക്കളെയൊക്കെ നോക്കേണ്ടതുകൊണ്ട് 2 ദിവസം. മാതാവ് അത് 3ഉം കൺസിഡർ ചെയ്ത് എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് എനിക്കൊരു ജോലി വീടിനടുത്ത് തന്നെ 8 മിനിറ്റ് ദൂരത്തിൽ എനിക്ക് തന്നു. പിന്നെ ഇതിനെക്കാട്ടിലുപരിയായിട്ട് ഏറ്റവും എനിക്ക് പറയാനുള്ളത്, ഈ അമേരിക്കയിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് ഈ വേൾഡ്ലി ആയിട്ടുള്ള ഒത്തിരി എല്ലാ പ്രഷേഴ്സും നമുക്ക് കിട്ടും. പക്ഷേ ടെംപ്റ്റേഷൻസ് ഉണ്ട്, എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ലോകം തരുന്ന ഒരു സുഖവും എനിക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷവും തരുന്നില്ലാത്ത ഒരു അവസ്ഥയിലേക്കിട്ട് മാതാവ് എന്നെ കൊണ്ടുവന്നു. എല്ലാത്തിനോടും ഒരു ഡിറ്റാച്ച്മെൻറ്റ്, അതായത് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും, അത് നമ്മൾ ഡെയിലി അഡറേഷൻ, കുർബാന, ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ പിന്നെ സന്തോഷം തന്നുകൊണ്ടിരുന്നത്. പിന്നെ പലരോട് ക്ഷമിക്കുവാനുള്ളൊരു കൃപ മാതാവ് തന്നു, ഈശോ തന്നിട്ടുണ്ട്. ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആ ഉടമ്പടിയുടെ ആദ്യത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ബോധ്യങ്ങൾ ഈ കൃപാസനം സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് എനിക്ക് ലഭിച്ചു. അതിനു മുമ്പ് ഞാനത് ഫോളോ ചെയ്യുമായിരുന്നുവെങ്കിലും ഒത്തിരി എനിക്കൊരു മോശമായിട്ട് പറയുകയോ ക്രിട്ടിസൈസ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല, ജഡ്ജ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ വലിയ ആഴത്തുള്ളൊരു ബോധ്യമൊന്നും എനിക്ക് ആ സമയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഒരു മരിയൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടിയത് മാതാവിൻ്റെ വലിയൊരു കൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം എനിക്ക് കിട്ടിയ വലിയൊരു കൃപയാണ് ഒട്ടേറെ പേരോട് ഈ മരിയൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട്. പ്രത്യേകിച്ച് സ്പിരിച്വൽ വേൾഡിലൊക്കെ മിനിസ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ളവർ, മിനിസ്റ്റർ ചെയ്യുന്നവരോടൊക്കെ, സ്പിരിച്വൽ ലീഡേഴ്സിനോടൊക്കെ ഈ മരിയൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്, കൃപാസനത്തിലെ മരിയൻ സ്പിരിച്വാലിറ്റി, വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ,
അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വളരെ ഡീപ്പായിട്ട് അവരോട് സംസാരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങനെ ഒട്ടേറെ പേര് അവർക്ക് ഇതിലൊരു ബോധ്യം കൂടുതൽ വരുവാനായിട്ടൊക്കെ ആയിട്ട് മാതാവ് ഒത്തിരി സഹായിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഒരു ഡെയിലി ലൈഫിൽ ഈ മരിയൻ സ്പിരിച്വാലിറ്റിയിൽ ഉടമ്പടി ജീവിതത്തിൽ ഒത്തിരി വളരുവാനായിട്ടും വിശുദ്ധിയിൽ വളരുവാനായിട്ടും പ്രത്യേകിച്ച് എന്നെ ഒത്തിരി സഹായിച്ചു. കൂടുതൽ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുവാനും അതുപോലെ ആ ഒരു ബോധ്യം ഞാൻ ഉടമ്പടിയിലാണ്, ഞാൻ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്, അങ്ങനെയൊക്കെ ഒരു വലിയൊരു ബോധ്യം മാതാവ് എനിക്ക് തരുന്നുണ്ടായിരുന്നു. ഓരോ ദിവസത്തെയും മോർണിംഗ് പ്രയറിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അത് ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളാവാം, എൻ്റെ ജോലി സംബന്ധമായ കാര്യമാകാം, മറ്റ് ശുശ്രൂഷ മേഖലയിലെ കാര്യമാകാം, വളരെ ഭംഗിയായിട്ട് മാതാവ് അത് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് പലപ്പോഴും അതിശയം വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും വളരെ വളരെ അത്ഭുതകരമായിട്ട് മാതാവ് അത് ഏറ്റെടുത്ത് നടത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് ഫിസിക്കൽ ഹീലിംഗ് കിട്ടിയ 1-2 അനുഭവങ്ങളോട് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. എനിക്ക് എൻ്റെ ഈ ഷോൾഡർ ഒരു റൊട്ടേറ്റർ കഫിന് ഒരു ടയർ ഉണ്ടായിരുന്നു. അത് ഹാഫ് ടയർ അല്ല, ഓൾമോസ്റ്റ് ഫുൾ ടയർ ആയിരുന്നു. അപ്പം എൻ്റെ കൈ അനക്കാനേ മേലാത്തൊരവസ്ഥയിൽ ഞാനൊരു ഷോൾഡർ ഇവിടെ ഒരു ഹിറ്റ് ചെയ്തതാണ്. അങ്ങനെ വന്നൊരു ടയറായിരുന്നു. അപ്പം കഴിഞ്ഞ മെയ് 5 ഒരു സർജറി സ്കെഡ്യൂൾ ചെയ്തതായിരുന്നു. ഷിക്കാഗോയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ അടുത്ത്. അപ്പം പക്ഷേ ആ സ്കെഡ്യൂൾ ചെയ്തതിന് ശേഷം പലരിലൂടെയും അമ്മ തന്നെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി, നിനക്ക് സർജറിയുടെ ആവശ്യമില്ല എന്ന്. അപ്പോൾ 1-2 പേര് ഞങ്ങളോട് ഇങ്ങനെ വന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഷെയർ ചെയ്തു. അപ്പം അതുപോലെ തന്നെ ജൂണിൽ അവിടെ കൃപാസനം ധ്യാനം നടക്കുന്നുണ്ട് കത്തീഡ്രൽ ചർച്ചിൽ ഷിക്കാഗോയിൽ. അപ്പം ഞങ്ങൾക്ക് കിട്ടിയൊരു ബോധ്യമാണ്, ഏതായാലും ഇപ്പോൾ സർജറി ചെയ്യണ്ട, കൃപാസനം ധ്യാനത്തിന് ശേഷം ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ വല്ലതും ചെയ്യാം എന്ന് അങ്ങനെ വലിയൊരു ബോധ്യം കിട്ടി. ഞങ്ങൾ മെയ് 5 സർജറി ചെയ്തില്ല. എനിക്ക് നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്ലോലി ഞങ്ങൾ ഡെയിലി പ്രയറിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഒത്തിരി ഹീലിംഗ് കിട്ടി. ഞാനവിടെ മ്യൂസിക്കൊക്കെ ചെയ്യുന്ന ആളാണ്. അവിടുത്തെ റിട്രീറ്റിന് ഞാനവിടെ മ്യൂസിക്കൊക്കെ ചെയ്തത്. എനിക്ക് വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ആരോഗ്യം കിട്ടി എൻ്റെ ഷോൾഡറിന്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അന്ന് ധ്യാനത്തിനിടയ്ക്ക് ഷോൾഡർ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു വളരെ ഹീലായിട്ടുണ്ട്. ഞാൻ സർജറി ചെയ്യാനുള്ള യാതൊരു പ്ലാനും ഇല്ല. അതൊരു വലിയ ഫിസിക്കൽ ഹീലിംഗ് ആണ്. വേറൊരു ഫിസിക്കൽ ഹീലിംഗ് എനിക്കുണ്ടായത്, എനിക്കിപ്പം വളരെ ഈസിയായിട്ട് എനിക്ക് എൻ്റെ ഷോൾഡർ മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊരു ഫിസിക്കൽ ഹീലിംഗ് എനിക്ക് കിട്ടിയത് വിശുദ്ധ തൈലം ഉപയോഗിച്ച് ഞാനൊരു പ്രാവശ്യം എനിക്ക് വളരെ ഒരു സ്റ്റൊമക്കിൽ വളരെ ഷൂട്ടിംഗ് പെയിൻ ഉണ്ടായി. അപ്പം ഞാനൊരു യാത്ര പോകാനായിട്ട് തയ്യാറെടുക്കുന്നതിന് തലേദിവസമാണ് ഈ വളരെ ഷൂട്ടിംഗ് പെയിൻ എൻ്റെ സ്റ്റൊമക്കിലുണ്ടായി. അപ്പം എനിക്ക് നിൽക്കാൻ മേല ഇരിക്കാൻ മേല. അപ്പോൾ എനിക്ക് തോന്നി ഇത് മിക്കവാറും എമർജൻസി ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ യാത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യാത്ര, ഞങ്ങൾ ഫാമിലിയായിട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്, അതെല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്ന പേടിയിലൊക്കെ ഇങ്ങനെ ആയിപ്പോയി. പെട്ടെന്നാണ് ഞാൻ തൈലത്തെക്കുറിച്ച് ഓർത്തത്. ഞാൻ ഒരു തരത്തിൽ ഞങ്ങളുടെ പ്രയർ റൂമിൽ ചെന്നിട്ട് വിശുദ്ധ തൈലം എൻ്റെ വയറ്റിലെ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വിത്തിൻ 2 minutes പെയിന് പെട്ടെന്ന് പോയി. വളരെ ഹീലിംഗ് എനിക്ക് അങ്ങനെ കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒട്ടേറെ ആത്മീയമായ വളർച്ചയും ഭൗതികമായ വളർച്ചയും ഈ ഉടമ്പടി ഒരു ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ കൃപയാൽ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അത് ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും അതുപോലെ ഞങ്ങളുടെ മിനിസ്ട്രി ലൈഫിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൊക്കെ ഒട്ടേറെ വളരുവാനായിട്ട് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് സിക്കായിട്ടൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും അവരുടെ കൂട്ടത്തിൽ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഹോം ബൗണ്ട് ആയിട്ടുള്ളവർക്ക് കമ്മ്യൂണിയൻ കൊണ്ടുപോയി കൊടുക്കുകയും അവരുടെ കൂട്ടത്തിൽ സമയം ചെലവഴിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ പള്ളിയിലൊക്കെ പുതുതായിട്ട് വരുന്നവരെ പരിചയപ്പെടുകയും അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവരെ ഫോളോ അപ്പ് ചെയ്യുകയും അച്ഛൻ പറയുന്ന പോലെ ദൈവത്തെ അറിയാത്തവർക്ക് ദൈവത്തെ അറിയിക്കുകയും അറിഞ്ഞവരെ കൂടുതൽ ആഴപ്പെടുത്തുകയും ചെയ്യുന്ന അവരെ ഫോളോ അപ്പ് ചെയ്യുകയും അവരെ വിശുദ്ധ കുർബാനയിലേക്കും ആരാധനയിലേക്കും ഒക്കെ അടുപ്പിക്കുകയും
അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ കൃപാസന സ്പിരിച്വാലിറ്റിയെ പറ്റി പറയും, ഉടമ്പടി എടുക്കുവാനായിട്ട് ഒരു 15-20 പേരെ കൂടുതൽ ആൾക്കാരെ നമ്മൾ ഇവിടത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇൻറ്റൻഷൻ അത് ഉടമ്പടി എടുത്തപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം ഞങ്ങൾക്ക് 5 മക്കളാണുള്ളത്. അമേരിക്കയൊക്കെ പോലുള്ള രാജ്യത്തെ മക്കളെ വളർത്തുക എന്നുള്ളത് ഇച്ചിരി ടഫായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു 5 മക്കളെയും പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന്. അത് എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഈ 5 മക്കളെയും മാതാവ് നമ്മളൊന്നും പറഞ്ഞാലും ഒന്നും അവരിങ്ങനെ വരത്തില്ല. ആ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ചിലപ്പം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ ആരോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം എനിക്ക്, അതാരുമല്ല, എനിക്കറിയാം ഈശോയും മാതാവുമാണ് അവരെ ഗൈഡ് ചെയ്തതെന്നായിട്ടൊരു ബോധ്യം എനിക്ക് വന്നിട്ടുണ്ട്. ഞാനും ഇതുപോലെ പ്രേക്ഷിത പ്രവർത്തനം, ഹോം ബൗണ്ടായിട്ടുള്ളവർ, ഓൾഡ് ഏജ് ഹോമിലൊക്കെ ആയിരിക്കുന്നവർക്ക് വിശുദ്ധ കുർബാന കൊണ്ട് കൊടുക്കാൻ അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ പത്രം കൊടുക്കുന്നു. മറ്റുള്ളവരോട് ഈ കൃപാസനം മരിയ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നു, അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും മോളുടെ ഈ ഹീലിങ്ങിലും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും അനേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ സാക്ഷ്യം ഞങ്ങൾ സമർപ്പിക്കുന്നു.